അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിപാവനമായ നോമ്പ് ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. നോമ്പ് വിശ്വാസത്തിൻ്റെ, ശുദ്ധീകരണത്തിൻ്റെ, നന്ദി അർപ്പിക്കലിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. ഇന്നത്തെ നമ്മളുടെ ധ്യാനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയാണ്. എല്ലാവർക്കും സുപരിചിതമായ യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഈ വേദഭാഗത്തു നിന്നും 3 ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള കുഷ്ഠരോഗിയുടെ വിശ്വാസം നമുക്കുമുണ്ടാകണം. നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ ഏതുമാകട്ടെ, ഏത് അവസ്ഥയിൽ നാം ആയാലും അതിൽ നിന്നും വിടുതൽ നൽകുവാൻ ദൈവത്തിന് കഴിയും. ഈ നോമ്പ് ദിനങ്ങൾ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആകണം. രണ്ടാമതായി, യേശു മനസ്സലിഞ്ഞു അവനെ ശുദ്ധമാക്കി, അതായത് സൗഖ്യമാക്കി. ഈ നോമ്പ് കപടവിശ്വാസമാകരുതൊരിക്കലും, മറിച്ച് യഥാർത്ഥമായ അനുതാപത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നല്ല ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ മനസ്സലിയിക്കുന്നതാവണം. മൂന്നാമതായി, യേശു കർത്താവ് മനസ്സലിഞ്ഞ് ആ മനുഷ്യൻ്റെ വിശ്വാസം കണ്ടിട്ട് അവന് സൗഖ്യം കൊടുത്തു. എന്നിട്ട് അവനോട് പറയുന്നു, നീ ഇതാരോടും പറയരുത് എന്ന്. പക്ഷേ ആ മനുഷ്യന് ദൈവത്തോട് നന്ദി അർപ്പിക്കാതിരിക്കാനായിട്ട് ആകത്തില്ലായിരുന്നു. അവൻ പോയി എല്ലാവരോടും ഇത് പറയുകയും യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്തു. നാമും അങ്ങനെയാണോ? നാം ദൈവം ചെയ്ത നന്മകളെ പലപ്പോഴും മറന്നു പോകുന്നവരല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം ചെയ്ത സൗഖ്യത്തിന്, ദൈവം തന്ന സൗഖ്യത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ഈ നോമ്പ് മൂലം ദൈവനാമം മഹിമപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന ദിനങ്ങൾ കൂടിയാവണം ഈ നോമ്പ് ദിനങ്ങൾ. ദൈവത്തെ കൂടുതലായി അറിഞ്ഞ് വിശ്വസിച്ച് നമ്മുടെ നല്ല പ്രവൃത്തിയിലൂടെ, ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് അലിയിച്ച് ദൈവത്തിൽ നിന്നും ശുദ്ധീകരണവും രൂപാന്തരവും സൗഖ്യവും ഒക്കെ പ്രാപിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരാകുവാൻ ഈ നോമ്പ്, ഈ പരിശുദ്ധ നോമ്പ് മൂലം നമുക്ക് സാധിക്കട്ടെ. ആമേൻ.